വീട്ടിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴേ സോമൻ വിളിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് ഫോം എടുക്കാം. ഹലോ സോമ. എടോ, ഞാൻ പുതിയ KTM എടുത്തോ, എങ്ങനെയുണ്ടോ? നിനക്കത് മേടിക്കാനുള്ള കാശ് പോലും നിൻ്റെ കയ്യിലില്ല. എടാ പോടാ, ചുമ്മാ തള്ളു പറയാണ്ട്. എടോ, ഞാൻ സത്യോടെ പറഞ്ഞ് നിനക്കത് മേടിക്കാനുള്ള കാശൊന്നുമില്ലടോ. നീ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നോക്കും. എനിക്ക് നിൻ്റെ വീട്ടിൽ വരേണ്ട കാര്യമൊന്നുമില്ല. നീ മേടിച്ചതെന്ന് ചുമ്മാ പറയുന്നതെന്ന് എനിക്കറിയാം. ഓണോ, ഇന്ന് ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചോടോ. ഓക്കെ, ഈ സോമൻ പറഞ്ഞ സത്യമാണ്, ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യും. നമുക്കും മേടിക്കണം. ഇവിടെ പുതിയ ഷോറൂം നാളെ ഓപ്പൺ ആക്കും. ഓക്കെ, നമുക്ക് നേരെ സോമൻ്റെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് ബീച്ചിൽ പോയി നമ്മുടെ ജിന്നിനെ വിളിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇന്നലെ ജിന്നിനോടൊക്കെ പറഞ്ഞ് നമ്മുടെ ആഗ്രഹമൊക്കെ സാധിച്ചിട്ടുണ്ട്. അവിടെ ജിന്ന് പറഞ്ഞത് KTM മാത്രം അവിടെ കാണത്തുള്ളൂ, ഡ്യൂക്കൊന്നും കാണൂലെന്നാണ് നിൻ്റെ ആഗ്രഹം പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് നോക്കാം. ജിന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലെത്തിയിട്ട് ഓക്കെ ഗൈസ്, ഉണ്ട് KTM ഉണ്ട് ഗൈസ്. അപ്പം ഇവിടുത്തെ ഷോറൂമിൽ ആൾക്കാരൊന്നും കാണൂല, അവരെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ നമ്പർ ഇവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എഴുതിയെടുത്തേക്കാം. ഹലോ, പറയടോ. ഞാൻ ഇവിടെ KTM അടിക്കാൻ വന്നേക്കാം. ഏതോന്ന് വെച്ചോ മേടിച്ചോ, പൈസ ഓൺലൈൻ ഇട്ടാൽ മതി. ഓക്കെ. എൻ്റെ മോനെ സീൻ കട. പക്ഷെ എൻ്റെ മോനെ പച്ച, ബ്ലാക്ക്, റെഡ്, മുകളിലൊന്നും ഇല്ലേ? ഓക്കെ, മുകളിൽ പോയി നോക്കാം. അവിടെ വല്ല നല്ലതും കണ്ടാൽ മതിയായിരുന്നു. ഓക്കെ, ഇതെന്താ വണ്ടി നെള്ളി കിടക്കുന്നു ചുമ്മാതെ. നോക്കി ഇവിടെ. മുകളിലുണ്ട്. പക്ഷെ എൻ്റെ മോനെ ഇത് RGB കളർ. ഇന്ന് നമുക്ക് അത് തന്നെ അങ്ങ് മേടിച്ചേക്കാം. RGB കളർ ഒറ്റ പീസേ ഉള്ളെന്നാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് ഇത് തന്നെ അങ്ങ് മേടിച്ചേക്കാം. പക്ഷെ എൻ്റെ മോനെ ഓൺലൈനിൽ ഇട്ട് കൊടുത്താൽ പറ്റും. ഓക്കെ, ഇതങ്ങ് എടുത്തോളൂ. സോമൻ്റെ മുമ്പിൽ പട്ടിഷ കാണിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടി ഞാൻ കൂട്ടുകാരെ സുഗണനോട് പറഞ്ഞ് എടുത്തേക്കാം. എല്ലാം നമ്മുടെ കോളേജിൽ പഠിച്ചാണ്. ഇനി ഇത് തിരിക്കാൻ ഇച്ചിരി ഇതാണ് ഗൈസ്, ഇതൊരു കുഴപ്പമാണ്. എങ്ങനെയെങ്കിലും നമുക്കങ്ങ് തിരിച്ചെടുക്കാം. ഓക്കെ, തിരിച്ചെടുത്തിട്ടുണ്ട്. താഴോട്ടുള്ള വഴി മാറിപ്പോയി. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി സോമൻ്റെ മുമ്പിൽ പോയി കുറച്ച് പട്ടിഷ അങ്ങ് കാണിക്കാം. എൻ്റെ മോനെ സോമൻ്റെ മുമ്പിൽ പോയി ഫ്രണ്ടൊക്കെ അങ്ങ് പൊക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ KTM എടുത്തിട്ടുണ്ട്. ഇനി സോമൻ്റെ മുമ്പിലോട്ട് അങ്ങ് ചെല്ലട്ടെ. എൻ്റെ മോനെ സീൻ വണ്ടിയാണ്, എന്നോ സ്പീഡെന്ന് അറിയാമോ. ഓക്കെ, നമ്മളങ്ങനെ സോമൻ്റെ അടുത്ത് എല്ലാവരായിട്ടുണ്ട്. സോമൻ ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഫോർച്യൂണർ എടുത്തുകൊണ്ട് ചെല്ലുമെന്നാണ്. പക്ഷെ അവനറിയത്തില്ലല്ലോ നമ്മുടെ ഈ KTM ആയിരിക്കുന്നതെന്ന്. അതാണ് പവർ. ഓക്കെ, ഇവൻ ഇവിടെ എങ്ങാണ്ട് ഉണ്ടല്ലോ. വിളിച്ച് പറയത്തില്ല പൊട്ടൻ. ഇവനാണെങ്കിൽ ഒരാളെ വിളിക്കത്തില്ല. നേരത്തെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കൂല. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ മനുഷ്യനെ മെനക്കെടുത്താൻ. ചിലപ്പോൾ വില്ലേജിൻ്റെ അവിടെ കാണാം, അവൻ്റെ വീട് അവിടെയാണ്. ഓക്കെ, എന്താ നമുക്ക് അങ്ങോട്ട്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഓക്കെ അവിടെ ഇവിടെ ഇല്ല ഇവൻ, പിന്നെ അവിടെ പോയേക്കുവാണ് ഇവൻ. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അതാണ്ടേക്കുന്നു. എടോ, നീ പുതിയ വണ്ടി എടുത്തോ? ഇല്ലടാ, ഞാൻ പഴയ വണ്ടി എടുത്തേക്കുന്നു. എൻ്റെ ചളി തുടങ്ങി. എങ്ങനെയുണ്ടടാ എൻ്റെ KTM? നെയ്യും എടുത്തോ? ഫ്രണ്ട് പോക്കാൻ പോലും അറിയാത്ത മണ്ടൻ. അത്രയ്ക്കായി ഇവിടെ നീ? അത്രയ്ക്കായി കണ്ടോ? വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിപ്പിക്കാനേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ആണോടാ, നീ നോക്കടാ എന്നാ. ടൺ 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 ടൺ. എങ്ങനെയുണ്ടേ? നിനക്ക് ഫ്രണ്ട് നോക്കാൻ അറിയാം, എനിക്ക് ഫ്രണ്ട് നോക്കാൻ പോലും അറിയത്തില്ല. എൻ്റെ വണ്ടി ആരോ അടിച്ചു വണ്ടിടാ. എൻ്റെ ഒരു റെഡ് വണ്ടിയായിരുന്നു. അതിലിപ്പോൾ ഞാൻ ആണോടാ? ശരിയടാ, എന്നാൽ ഞാൻ പോവാണേ. നിൽക്കടോ ഞാനും വരുന്നു. ഇന്ന് പോടാപ്പാ. കേസ് അവനെ നമ്മളങ്ങനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എങ്ങനെയെങ്കിലും അവൻ തട്ടിപ്പറിക്കാൻ നോക്കും. ഓക്കെ, നമുക്കിനി വീട്ടിൽ ചെല്ലാം.
ഓക്കെ, അവൻ്റെ വീട് ഇവിടെ എങ്ങോണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവൻ്റെ KTM മോഷ്ടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഞാനിവിടെ സൈക്കിളും കൊണ്ട് അവൻ്റെ വീട്ടിലോട്ട് പോകണം. എൻ്റെ KTM മോഷ്ടിച്ച ആരാണെങ്കിലും എനിക്ക് എൻ്റെ KTM കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ KTM ഇല്ലാണ്ട് വേറെ ആർക്കും KTM വേണ്ട. ഇതാണ് അവൻ്റെ വീടെന്നാണ് ഇവിടെ പറഞ്ഞത്. എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്. നമ്മുടെ സൈക്കിള് ഞാൻ വീടിൻ്റെ പുറകിടാം, ആരും കാണില്ലല്ലോ. ഓക്കെ, എൻ്റെ സൈക്കിളാണെന്ന് അവന് അറിയത്തുമില്ല. അപ്പം എങ്ങനെ ഇരിക്കുന്നു? അവന് ഉറങ്ങാൻ പോയേക്കും. അവന് ഈ സമയം നല്ല ഉറക്കം വരും. അങ്ങനെ ഞാൻ ഇവിടുന്ന് നൈസായിട്ട് എൻ്റെ KTM എടുത്തുകൊണ്ട് രക്ഷപ്പെടും. KTMന് സൗണ്ട് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെയും കൂടി ഒന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഞാൻ KTM എടുത്തിട്ടുണ്ട്. സൗണ്ടില്ല ഈ KTMന്, ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഇപ്പം എന്നെ ആരെങ്കിലും പിടിച്ചോളൂ പോലീസ് കയറ്റിയേന്. ഓക്കെ, ഇപ്പം നമ്മൾ നേരെ ഇനി എൻ്റെ വീട്ടിലോട്ട് പോകും. ബൈ. അങ്ങനെ രാവിലെ ഇനി സോമൻ്റെ മുമ്പിൽ ഇപ്പോൾ നിന്ന് പട്ടി ഷോ ഇറക്കട്ടെ. ഓക്കെ, നമ്മുടെ KTM എടുക്കട്ടെ. എൻ്റെ KTM എന്ത്?